ഭാഗ്യനിർഭാഗ്യങ്ങൾ ഒരു മായിക ലോകമാണല്ലേ. അഭിനയ പ്രതിഭകൾ ഒന്നുമല്ലാതെ പോവുകയും പരിമിത കഴിവുള്ളവർ വലിയ താരങ്ങളായി മാറുന്നതുമെല്ലാം സിനിമയിൽ സർവ്വസാധാരണമാണ്. എന്നാൽ കുറച്ചു കാലത്തേക്കെങ്കിലും സിനിമ എല്ലാവർക്കും വിജയത്തിന്റെ ആനുകൂല്യം അനുവദിച്ചു കൊടുക്കാറുണ്ട്. ചന്ദ്രലേഖ എന്ന സിനിമയിലെ ഒരു പ്രിയദർശൻ കഥാപാത്രം പറയും പോലെ എവരി ഡോഗ് ഹാസ് എ ഡേ. എന്നാൽ കരിയറിലുടനീളം ഫ്ലോപ്പുകൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ചിലരെങ്കിലും സിനിമയിലുണ്ട്. അത്തരം ദൗർഭാഗ്യന്മാരുടെ പട്ടികയിലാണ് ജാക്കി ഷെറോഫിന്റെ പ്രിയപുത്രൻ ടൈഗറിന്റെ സ്ഥാനം. ബോളിവുഡിലെ പ്രമുഖ നിർമ്മാതാവ് സജിദ് നദിയാവാലിയുടെ ആക്ഷൻ റൊമാൻറ്റിക് കോമഡി ചിത്രമായ ഹീറോ പന്തിയിലൂടെയായിരുന്നു അരങ്ങേറ്റം. ആദ്യ ചിത്രം സാമാന്യം മെച്ചപ്പെട്ട കളക്ഷൻ നേടി. എന്നാൽ കായിക ശേഷിക്കപ്പുറം ഒരു മികച്ച നടന്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ ടൈഗറിന് കഴിഞ്ഞില്ല. ഒരു ശരാശരി നടനാണെന്ന് പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ലുക്കിലും ഡയലോഗ് ഡെലിവറിയിലും എക്സ്പ്രഷൻസിലുമെല്ലാം അദ്ദേഹത്തിന്റെ പരിമിതികൾ വ്യാപകമായി വിമർശനം ഏറ്റുവാങ്ങി. എന്നാൽ കുറവുകളെ കഴിവുകൾ കൊണ്ട് മറികടക്കുന്ന ഒരു ടൈഗറിനെയാണ് പിന്നീട് ലോകം കണ്ടത്. നന്നായി നൃത്തം ചെയ്യാൻ അറിയുന്ന ടൈഗർ ആക്ഷൻ സീക്വൻസുകളിലും ഡാൻസ് സീനുകളിലും ശോഭിച്ചു. ആരും നോക്കി നിന്നു പോകുന്ന ശരീരഘടനയ്ക്കും ഏറെ ആരാധകരുണ്ടായി. മാർഷൽ ആർട്സിലുള്ള പരിചയം ഫൈറ്റ് സീനുകളിലും മറ്റും മുതൽക്കൂട്ടായി. 2016 മാർഷൽ ആർട്സിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഭാഗ്യ എന്ന പടം ശ്രദ്ധേയമായി. അതേ വർഷം തന്നെ ജാക്വലിൻ ഫെർണാണ്ടസിനൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിട്ട ടൈഗർ സൂപ്പർ പവറോട് മാർഷൽ ആർട്സ് ട്യൂട്ടറായി അഭിനയിച്ചു. ചിത്രം ഫ്ലൈയിങ് ജാട്ട്. മുന്നാ മൈക്കിൾ എന്ന ഡാൻസിന് മുൻതൂക്കമുള്ള ചിത്രവും ഏതാണ്ട് ഇതേ കാലത്ത് പുറത്തു വന്നു. രണ്ടും ദയനീയ പരാജയം ഏറ്റുവാങ്ങി. 2018 ഭാഗ്യ 2 എന്ന പടവുമായി വന്ന ടൈഗർ വീണ്ടും ചലനം സൃഷ്ടിച്ചു. സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ 2 ആയിരുന്നു അടുത്ത സംരംഭം. ടൈഗർ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമയായിരുന്നു അത്. 2019 ഹൃതിക് റോഷനൊപ്പം വാർ എന്ന ആക്ഷൻ ത്രില്ലർ ടൈഗർ സ്ക്രീൻ സ്പേസ് പങ്കിട്ടു. അക്കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ അതിനെ മറികടക്കുന്ന ഒരു വിജയം കാഴ്ചവെക്കാൻ അതിനുശേഷം അദ്ദേഹത്തിന് സാധിച്ചില്ല. 2020 ഭാഗ്യ ഫിലിം സീരീസിന്റെ 3ാം ഭാഗവുമായി വന്നെങ്കിലും കോവിഡ് ശല്യം ചിത്രത്തെ വിഴുങ്ങി. പല തിയേറ്ററുകളും അടച്ചിട്ടിരുന്നതിനാൽ നേരാവണ്ണം സിനിമ പ്രദർശിപ്പിക്കാൻ പോലും സാധിച്ചില്ല. 2021 അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമ പോലും തിയേറ്ററിൽ എത്തിയില്ല. എന്നാൽ അടുത്ത വർഷം ആദ്യ സിനിമയായ ഹീറോ പന്തിന്റെ 2ാം ഭാഗവുമായി ടൈഗർ വന്നു. ആശാവഹമായിരുന്നില്ല പ്രതികരണം. പണം വാരി വലിച്ചെറിഞ്ഞ് നിർമ്മിച്ച ചിത്രത്തിന്റെ ടൈഗറിന്റെ ഉശിരൻ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദുർബലമായ കഥാതന്തുവിൽ പടുത്തുയർത്തിയ പടം വീണു. 2023 സയൻസ് ഫിക്ഷൻ കം ആക്ഷൻ ചിത്രമായ ഗണപത് താരത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി. 200 കോടി മുടക്കിയ ചിത്രം കളക്ട് ചെയ്തത് വെറും 13 കോടി രൂപ മാത്രം. ഇക്കുറിയും ആക്ഷൻ രംഗങ്ങളിൽ ശോഭിക്കുകയും ഇമോഷൻ സീനുകൾ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു നായകനെയാണ് ആളുകൾ കണ്ടത്. ഗണപതും ഫ്ലോപ്പ് ആയതോടെ ടൈഗറിന്റെ കരിയർ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ പ്രതിഫലം 50 കോടി കൂട്ടി 100 കോടി രൂപയാക്കി മാറ്റി. 2024 അവസാന പ്രതീക്ഷയായ ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന ആക്ഷൻ പടത്തിൽ അക്ഷയ് കുമാറിനൊപ്പം പയറ്റി നോക്കി. സ്വതവി നില അത്ര ഭദ്രമല്ലാത്ത അക്ഷയുടെ പിൻബലം ഉണ്ടായിട്ടും ടൈഗറിനെ രക്ഷിച്ചെടുക്കാനായില്ല. നെഗറ്റീവ് റിവ്യൂസ് വന്ന പടം സാമ്പത്തികമായും പരാജയപ്പെട്ടു. 2014 ഇറങ്ങിയ ഹീറോ പന്തിയിലൂടെയാണ് ടൈഗറിന്റെ തുടക്കം. അവിടെ നിന്ന് തുടങ്ങിയ ജൈത്രയാത്ര 2021 വരെ തെറ്റില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പരാജയങ്ങളിലെ കുത്തൊഴുക്കൽ പിടിച്ചു നിൽക്കാനാവാതെ കാലിടറുന്ന ടൈഗറിനെയാണ് ബോളിവുഡ് നമുക്ക് കാണിച്ചു തന്നത്. അത്യാവശ്യം വിജയ സിനിമകൾ കയ്യിൽ ഉണ്ടായിരുന്ന കാലത്തും ബോളിവുഡിലെ വലിയ താരങ്ങളുടെ ഗണത്തിലോ എന്തിന് ഇടത്തരം താരങ്ങളുടെ നിരയിലേക്ക് പോലും ഉയരാൻ ടൈഗറിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം.